ദൈവം ചിലതിന് ചേഞ്ച് വരുത്തും. ഏത് കാര്യമാണെങ്കിലും നല്ല മനസ്സോടെ അംഗീകരിക്കാൻ നമ്മൾ കഴിയണം. ദൈവം ചിലരെ വേർതിരിച്ചിട്ടുണ്ട്. നിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല മനസ്സോടുകൂടി ചെയ്യുവാനായിട്ട് നീ മറക്കരുത് സഹോദരങ്ങളെ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവനിവിടെയില്ല, അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനിവിടെ ഇല്ല, അവനിവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എല്ലാവരും യേശു കർത്താവ് കല്ലറയിലുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഒരിക്കൽ കൂടി കരങ്ങളടിച്ചു പറ, അവൻ ഇന്നും കല്ലറയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ ക്രൂശിച്ചു. ആ ക്രൂശീകരണം നമുക്ക് വേദനാജനകമായ ഒരനുഭവമാണ് എങ്കിലും ആ ക്രൂശീകരണമാണ് നമ്മുടെ രക്ഷയുടെ ആധാരം, നമ്മുടെ മുന്നേറ്റത്തിൻ്റെ ആധാരം, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ആധാരം. ക്രിസ്തുവിൻ്റെ തലയിലൊരു ഭയങ്കരമായ മുറിവുണ്ടായിരുന്ന ഒരു മുൾക്കിരീടം തട്ടിയിറക്കിയ സമയത്തിലേക്ക് അവൻ്റെ കണ്ണിൽ കൂടെ വരെയും ആ മുള്ളുകൾ പുറത്തു വരത്തക്ക വിധത്തിലേക്ക് അത്രത്തോളം വലിയൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ക്രിസ്തു അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നല്ല ബുദ്ധിയുള്ളവരായി തീർന്നത്, നിങ്ങൾക്ക് സ്വസ്ഥമായ ഉറക്കം കിട്ടിയത്, നിങ്ങൾക്ക് ശാന്തമായ അനുഭവം കിട്ടിയത്. ആ യേശു കർത്താവിൻ്റെ വലത്തെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് വേദനാജനകമായ അനുഭവമാണ്. പക്ഷേ ആ മുറിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെയായിരിക്കുന്നു നമ്മൾ തുടങ്ങി വെച്ച പല കാര്യാദികൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞതും നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നമുക്ക് തന്നെ തിന്നുവാനായിട്ട് കഴിക്കുവാനായിട്ട് കഴിഞ്ഞതിൻ്റെയൊക്കെ പിന്നിലെ ആമേൻ പ്രത്യേകത യേശു കർത്താവിൻ്റെ ആ കൈക്കുണ്ടായ മുറിവെന്നുള്ളത് മറക്കരുത്. ക്രിസ്തു അനുഭവിച്ച വേദനകളാണ് നമ്മുടെ മുന്നേറ്റത്തിൻ്റെ അനുഭവം. ആ കർത്താവിൻ്റെ ഇടത്തെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് നിമിത്തം തന്നെ ആയിരിക്കപ്പെടുന്നു നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനും വിടുതലിനും സ്വാമി കാരണമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധാരം. ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് ഇടത്തെ കൈ കൊണ്ടിങ്ങനെ താരാട്ടുന്നത് പോലെ പലപ്പോഴും ക്ഷീണിച്ചു പോകുമ്പോൾ, തളർന്നു പോകപ്പെടുമ്പോൾ ഒരമ്മയുടെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ മനസ്സിലാക്കണം, അവൻ്റെ ഇടത്തെ കൈ മുറിവേറ്റത് കൊണ്ട്, വേദനിച്ചത് കൊണ്ട്, കാമി പച്ചിരിമ്പാണി അടിച്ചത് കൊണ്ടാണ് ദൈവിക സമാധാനം. നിങ്ങൾ തകർന്നവരായി നിരാശപ്പെട്ടവരായി കടന്ന് ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിപ്പോകും. തോന്നുന്നതല്ല, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞാൻ അതിശയിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ എൻ്റെ സബ്ജക്റ്റ് എല്ലാം വിട്ട് ഞാൻ മറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഞാൻ ആ ലെവലിലേക്ക് തന്നെ സംസാരിച്ചുകൊണ്ട് എനിക്കറിയാം ദൈവം ചിലരോട് സംസാരിക്കുന്നു എന്നുള്ളത്. ഒരമ്മ കൊടുക്കുന്നതിനേക്കാളും സ്നേഹം കൊടുക്കുവാൻ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ ഇടത്തെ കൈയുടെ മുറിവുകൾ തന്നെ ആയിരുന്നു എന്നുള്ളത്. അവൻ്റെ വലത്തെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കപ്പെടുന്നു. പടിപ്പടിയായിട്ട് നീ മുന്നേറുന്നതിൻ്റെതായിട്ടുള്ള പിന്നിലെ പ്രത്യേകതകൾ. നിങ്ങൾ നല്ലൊരു തുടക്കം കുറിക്കുവാൻ പലയിടത്തും നിങ്ങൾക്ക് കഴിഞ്ഞു. ഒരു സ്റ്റാർട്ടിങ് ഒന്ന് നന്നായിട്ട് തന്നെ പോകത്തക്ക വിധത്തിൽ ആ വലത്തെ കാല് സ്വന്തം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നേറുന്നതിൻ്റെ പിന്നിൽ ആ കാലിലെ മുറിവാണ്. അവൻ്റെ ഇടത്തെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. അതത്രേ ചിലയിടത്ത് വീണു പോകുമെന്ന് ചിന്തിച്ച സമയത്തിലേക്ക് നിന്നെ ബാലൻസ് ചെയ്ത് നിർത്തിയത്. ആരൊക്കെയോ നിന്നെ തള്ളിയപ്പോൾ, ആരൊക്കെയോ നിന്നെ തകർത്ത് കളഞ്ഞപ്പോൾ വീഴാതെ വണ്ണം നിന്നെ നിർത്തിയത് എൻ്റെ നാഥൻ്റെ ഇടത്തെ കാലില് മുറിവുണ്ടായിരുന്നത് കൊണ്ടത്രേ. ആ കാലിലെ മുറിവുപയോഗിച്ച് അവൻ നിന്നെ നിർത്തി. അവൻ്റെ വിലാപ്പുറത്തിലേക്ക് ഒരു പടയാളി ഒരു കുന്തമെടുത്തൊന്നു കുത്തി അവിടെ നിന്നും രക്തവും വെള്ളവും പുറത്തേക്ക് കടന്നു വന്നു. അതത്രേ മാനവരാശിയുടെ ശുദ്ധീകരണത്തിന് കാരണമായ സകല മനുഷ്യന്റെയും പാപത്തെ ക്ഷമിക്കത്തക്ക പരിശുദ്ധ ജലം ഭൂമിയിലേക്ക് ഒഴുകിയതിന്റെ പിന്നിൽ ഒരു ശുദ്ധീകരണം അവിടെ നടന്നുവെങ്കിൽ അതെല്ലാം വേദനാജനകമായ അനുഭവമാണെങ്കിൽ അവനെ സ്വത്രം ക്രൂശിച്ചു കൊന്നു എന്ന് പറയാൻ കഴിയപ്പെടത്തില്ല. വേദപുസ്തകം എഴുതിയിരിക്കപ്പെടുന്നു, അവൻ ക്രൂശിൽ മരണത്തെ വഹിച്ചു. അവൻ സ്വയമായിട്ട് അവൻ ഏറ്റെടുത്തോ. ആ ക്രൂശീകരണം കഴിഞ്ഞത് കൊണ്ട് തീരുന്നില്ല. ആ ക്രൂശീകരണത്തോടുകൂടി ചിലത് ആരംഭിക്കുകയാണ്. ഇന്ന് ചിലത് ആരംഭിക്കുകയാണ്. എന്താണ്
അവിടെ ആരംഭം കുറിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞാട്ടെ, മരിച്ചു അടക്കപ്പെട്ടു. ഒരിക്കൽ കൂടി, മരിച്ചു അടക്കപ്പെട്ടു. ഒരിക്കൽ കൂടി, അടക്കപ്പെട്ടു. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ക്രിസ്തുവിനെ അടക്കി. സാധാരണ ക്രൂശ് മരണം ഒരടക്ക ശുശ്രൂഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മരണമല്ല. ക്രൂശിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ശവശരീരത്തെ ആദരിക്കുന്ന ഒരു ശൈലിയില്ല. നമ്മുടെ നാട്ടിലൊരു വ്യക്തി മരിച്ചാൽ ആദരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഡെഡ് ബോഡിയെ നമ്മൾ മാനിക്കും, അംഗീകരിക്കും. സ്തോത്രം. നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ കൊടുക്കും, മാന്യമായിട്ട് അതിനെ കൊണ്ട് അടക്കും. പക്ഷേ ക്രൂശ് മരണത്തെ ചൊല്ലി പേർഷ്യക്കാരാണ് ഇങ്ങനെ ഒരു ശിക്ഷാവിധി കൊണ്ടുവന്നത്. ഇത് റോമൻ സാമ്രാജ്യം അതിനെ കൂടെ കോപ്പി അടിച്ചെടുത്തു. എടുത്തതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അവരുടെ നീതിയെ സ്ഥാപിക്കുവാനും അവരുടെ ഭരണ ശൈലികളെ കൊണ്ടുവരുവാനും ഈ ഗവൺമെന്റിനെ ജനം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സ്തോത്രം ക്രൂരമായ വിധത്തിലുള്ളൊരു ശിക്ഷാക്രമം 5000-ലധികം പേരെ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അത് കൂടുതലും എല്ലാവരും കാണുക. യേശുവിനെ ക്രൂശിച്ച സമയത്ത് അതാണ്, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കാണുക ചെയ്യും. കാരണം മറ്റൊരാൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരാൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും കാണുകയാണ് ഈ ക്രൂശീകരണം. അത് സ്വാഭാവികമായിട്ട് നടത്തുന്നത് അവരുടെ അധികാരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ അധികാരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശത്രുവിനെ നിർമൂലനം ചെയ്യുന്നത്. രാഷ്ട്രീയ മേഖലകളിലേക്ക് ഒരുപക്ഷെ ഒന്ന് കണ്ണോടിക്കുന്ന സമയത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടും. രാഷ്ട്രീയക്കാർ അവരവരുടെ അതേ അധികാരം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുന്ന രീതികൾ, എതിരാളികൾക്കെതിരായിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന രീതികൾ, പ്രചരണത്തിലൂടെ തീരാതെ വരുന്ന സമയത്തിലേക്ക് അവരെയൊക്കെ തുറുങ്കിലടയ്ക്കുന്ന ഒരു ലെവലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്രപിതാവിനെയൊക്കെ തുറുങ്കിലടച്ചതിൻ്റെ പിന്നിൽ ഒരേ ഒരു ഉദ്ദേശം, അവരുടെ അതേ അധികാരം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്നും എവിടെയെങ്കിലും ഒരു നേതാവ് ശക്തനായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് പ്രതികരിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രങ്ങളിൽ അവനെതിരായിട്ട് സ്തോത്രം ഒരു കേസ് ഉണ്ടാക്കുന്നു. സ്വത്രം ഒരുപക്ഷെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ED എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പേര് നിർദ്ദേശിച്ച ശേഷം അവരെ അതിലേക്ക് വിട്ടിട്ട് അവരെ കേസിലേക്ക് കുടുക്കിയതിനു ശേഷം കൽത്തുറുങ്കിലടച്ചിട്ട് ശബ്ദിക്കുവാൻ അനുവദിക്കാത്ത രീതി. പക്ഷെ റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എതിരാളികളെ നിഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ കൂടെ ആളുണ്ട്. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരുണ്ട്, ക്രിസ്തുവിനെ മാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തുറുങ്കിലടയ്ക്കുവാൻ അതേ സ്തോത്രം മാത്രമല്ല, അതിലുപരിയായി നിർമൂലനം ചെയ്യണം. രാജ്യദ്രോഹ കുറ്റമാണ് ക്രിസ്തുവിന് വിപരീതമായിട്ട് ചുമത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ക്രിസ്തുവിനെ പരസ്യമായിട്ട് ക്രൂശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡെഡ് ബോഡിയെ ഒരിക്കലും അടക്കാൻ അവർ സമ്മതിക്കാത്ത രീതികളെ ഇല്ല. ചരിത്രത്തിൻ്റെ ഒരല്പം ഏടുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില ഭേദനകൾ ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടം മുതൽ തന്നെ അത് ആരംഭിച്ചതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ സ്തോത്രം ക്രൂശീകരണം കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, അന്ന് ഈ ദിവസം തന്നെ 3 പേര്, യേശു കർത്താവ് ഉണ്ടായിരുന്നു, വലത്തൊരു കള്ളൻ, ഇടത്തൊരു കള്ളൻ, 3 പേരുണ്ടായിരുന്നു. ഈ 2 കള്ളന്മാർക്കും അടക്ക ശുശ്രൂഷ കിട്ടിയില്ല. ഈ 2 കള്ളന്മാരെയും വലിച്ചെറിയാൻ യെരുശലേമിൽ നിന്ന് ഒരു പ്രത്യേക കവാടം അവിടെ വെച്ചിട്ടുണ്ട്. ഡങ് ഗേറ്റ് എന്നാണ് അതിൻ്റെ ഒരു പേര്. സ്തോത്രം. ആ ഒരു ഡോർ അങ്ങ് തുറക്കുന്ന സമയത്ത് വലിയൊരു താഴ്വാരം അതേ ആ ഭാഗത്തിലേക്ക് കാണുവാനായിട്ട് തുടങ്ങും. ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ബെൻഹിനോൻ എന്ന് പറയപ്പെടുന്ന ഒരു താഴ്വര. 2 രാജാക്കന്മാർ പുസ്തകം 32, 33 ഒക്കെ നോക്കുന്ന സമയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയപ്പെടും. അപ്പോൾ ബെൻഹിനോൻ താഴ്വാരത്തിലേക്ക് ഈ ഡെഡ് ബോഡിയെ വലിച്ചെറുത്തിട്ട് അങ്ങ് എറിഞ്ഞു കളയും. അത് യെരുശലേമിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്.
എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ എല്ലാം കൊണ്ട് തള്ളിയിടുന്ന, എപ്പോഴും അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ വേസ്റ്റിനെ കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് കള്ളന്മാരെ വലിച്ചെറിഞ്ഞു, യേശുവിനെ വലിച്ചെറിഞ്ഞില്ല. ആ താഴ്വരയുടെ ഒരു സൈഡിൽ ഒരു കുന്നിലായിരുന്നു സ്തോത്രം ഇസ്കരിയോത്ത യൂദ ചെന്ന സൂയിസൈഡ് ചെയ്തത്. സ്തോത്രം അവനും ഒരു അടക്ക ശുശ്രൂഷ. അപ്പോൾ ഇങ്ങനെ ഡെഡ് ബോഡിയെ മാനിക്കാത്ത അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു താഴ്വരയായിട്ട് അത് വരാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-33 മുതൽ നോക്കുന്ന സമയത്തിൽ ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ പുത്രന്മാരുടെ കല്ലറകൾക്കുള്ള കയറ്റത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദന്മാരും യെരുശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവന്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി. അടുത്ത് വീണ്ടും 2 രാജാക്കന്മാർ 21:1 മുതൽ സ്തോത്രം വായിക്കുമ്പോൾ മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവന് 55 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെപ്സിബ എന്ന പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊക്കവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞതിന് പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠിച്ചു. ആകാശത്തിലെ സർവ്വ സൈന്യത്തെ നമസ്കരിച്ചു സേവിച്ചു. യെരുശലേമിൽ ഞാൻ അവന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവന്റെ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിൽ നിന്ന് 2 പ്രാകാരങ്ങളിലും അവൻ പ്രാകാരങ്ങൾ സർവ്വസൈന്യത്തെയും ബലിപീഠങ്ങൾ പണിതു. ശ്രദ്ധിക്കണമേ, അവൻ തൻ്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. ഈ താഴ്വര ഇത്രയും ശാപഗ്രസ്തമായി തീർന്നതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. നല്ല മനുഷ്യനായിരുന്നു, പുള്ളി രാജാവാണ്, നല്ല മനുഷ്യൻ, ഭയങ്കരമായ ഭക്തനായിരുന്നു. ദൈവസന്നിധിയിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട രാജാവ് ഹിസ്കിയാവ്. പക്ഷേ മരിക്കത്തക്ക ക്യാൻസർ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം അത്തിപ്പഴം വെച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ നിർദ്ദേശിച്ചു. അതുകൊണ്ട് ഞാൻ അതൊന്നും പോണതിൻ്റെ സബ്ജക്റ്റ് അതല്ല. അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ദൈവദാസനോട് പറഞ്ഞു, ഇവൻ മരിച്ചു പോകും, ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ അവിടെ ചെന്ന് ദൂത് പറയാൻ പറഞ്ഞു. അന്നത്തെ ശക്തനായിരിക്കുന്ന ദൈവദാസൻ യെശയ്യാവ് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, നീ മരിച്ചു പോകും, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അടുത്ത അനന്തരാവകാശി ആരാണെന്ന് നീ തീരുമാനിക്കണം. രാജ്യം ആർക്ക് കൊടുക്കണമെന്നുള്ളത്, സാമ്പത്തിക കാര്യാദികൾ, അധികാരം, ഇതെല്ലാം സെറ്റ് ചെയ്യണം. മരിക്കാനുള്ള ഒരു ചെറിയ കാര്യമല്ലല്ലോ, രാജ്യത്തെ ഭരിക്കുന്ന വ്യക്തിയല്ലേ, ചെറിയ കാര്യമല്ല, നീ എല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. ആർക്കാണ് ആഗ്രഹം? ആർക്കുമില്ല. എല്ലാവർക്കും ജീവിക്കണമെന്നാണ് ആഗ്രഹം. മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് ആരും കാണാതെ കിടന്ന് കരയാൻ തുടങ്ങി. പപ്പ, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് ജീവിക്കണം. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നേ? മരണകരമായ രോഗം ബാധിച്ച ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇടയ്ക്കൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ മറക്കരുത്. മനസ്സലിയുന്നൊരു ദൈവമുണ്ട്, നമുക്ക് മനസ്സലിയുന്ന ദൈവമുണ്ട്. ഹിസ്കിയാ രാജാവ് രാജസിംഹാസനത്തിൽ പ്രൗഢിയോടുകൂടി ഇരുന്നു എങ്കിലും അവൻ വേഗത്തിൽ അവൻ തളർന്നുപോയി. മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല, കരഞ്ഞു നിലവിളിച്ചു. യെശയ്യാവ് വീട്ടിലെത്തിയില്ല. ഉടനടി ദൈവശക്തി വന്നു. ഇവനിവിടെ നിർബന്ധം കാണിക്കുക, എനിക്ക് ജീവിക്കണം. ഇതായിരുന്നു അവന്റെ ആഗ്രഹം. യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, ശരി, അവൻ ഭയങ്കര പിടിവാശി കാണിക്കുക, പോയി പറ 15 സംവത്സരം ഞാൻ നീട്ടിക്കൊടുത്തു. ഉടനെ പറഞ്ഞു, കുഴപ്പമില്ല, 15 വർഷം കൂടെ ജീവിച്ചോളാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ദൂത്, ചിലപ്പോൾ ദൈവം പറയുന്നത് ദൈവം മാറ്റിത്തരും. ദൈവം നമ്മളോട് പറഞ്ഞത് അതുപോലെ നടക്കണമെന്നില്ല. ദൈവം ചിലതിന് ചേഞ്ച് വരുത്തും. ചിലത് നല്ലതെന്ന് പറഞ്ഞ് വരുത്തും, ചിലത് ചിലപ്പോൾ തീയതുമായി നിരീക്കപ്പെടാം. ഏത് കാര്യമാണെങ്കിലും നല്ല മനസ്സോടെ അംഗീകരിക്കാൻ നമ്മൾ കഴിയണം. പക്ഷേ ഹിസ്കിയാവിൻ്റെ ഒരു ഭാഗം ആയുസ് ദീർഘിച്ചു. ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് ഹിസ്കിയാവിനെ കുറിച്ച്. കാരണം അതെ, മരണകരമായ രോഗം ബാധിച്ചവൻ, അവൻ നല്ല കാലത്ത് ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ രാജ്യത്തെ നന്നായിട്ട് നല്ല സൽപ്രവർത്തികൾ ചെയ്തു. അവൻ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ട് പൊല്ലാക്കാലത്തിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവന് ആയുസിനെ കൊടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ടും നിങ്ങൾ ആരോഗ്യമുള്ള സ്ഥലത്ത് നല്ല കാര്യങ്ങൾ
നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു പൊല്ലാക്കാലം വരും. ആ പൊല്ലാക്കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ചുമന്നുകൊള്ളുമെന്നൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. വീണ്ടും ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഹിസ്കിയാവിനെ കുറിച്ച് പഠിച്ച സമയത്തിൽ ഇദ്ദേഹത്തിന് 15 വർഷം ദൈവം ആയുസ്സിനെ നീട്ടിക്കൊടുത്തപ്പോൾ അതിൽ വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു. അവൻ്റെ പേര് മനശ. ആക്ച്വലി അത് വേണ്ടായിരുന്നു. ഇവന് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഒരു ഗ്രോസ് പീരീഡ് ദൈവം കൊടുത്തു. അതിനകത്ത് അവൻ ആ ലൈഫിനെ യഥാർത്ഥത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ആവശ്യമില്ലാത്ത ചില മോഹങ്ങൾ അവനിലേക്ക് വന്നു. ഈ മനുഷ്യൻ ഇവൻ ക്രൂരനായിരുന്നു. അപ്പൻ്റെ സ്വഭാവത്തിൻ്റെ ഒരിഞ്ച് പോലും ഇവനില്ല. നിങ്ങളെ മക്കളെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് എങ്കിൽ ചിലപ്പോൾ ഇവിടെ തൊട്ട് പോകുന്നതായിരിക്കാം. ഒരു അതിവേഗമായിരുന്നു അത്, ഒരു അമിത ആഗ്രഹമായിരുന്നു അത്. ചിലതൊക്കെ ദൈവം അങ്ങ് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങ് വേണ്ടാന്ന് വയ്ക്കണം. നിനക്ക് നല്ലൊരു മരണം തന്നു ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. ഒന്നുകിൽ നീ സന്തോഷത്തോടെ നല്ല മനസ്സോടെ എൻ്റെ അടുക്കൽ കയറി വരണമായിരുന്നു. വേണ്ട, നിനക്ക് വീണ്ടും ഞാൻ ജീവിക്കാൻ നാള് തന്നു. വീണ്ടും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ എന്തിനാ കാണിച്ചേ? ആവശ്യമില്ലാത്ത ആഗ്രഹം എന്തിനാ കാണിച്ചു? വീണ്ടും അവനൊരു കുഞ്ഞ് ജനിച്ചു. അവൻ ക്രൂരനായി, അപ്പൻ്റെ സമാധാനത്തെ കെടുത്തുന്നവനായിട്ട് ജനിച്ചു. രാജ്യത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്നവനായിട്ട് അവൻ കടന്നു വന്നു. അവൻ ചെറുപ്രായത്തിൽ തന്നെ അധികാരത്തിലേക്ക് കടന്നു വന്നു. അപ്പൻ ഫോളോ ചെയ്ത ഒരൊറ്റ കാര്യം ഇവൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചില്ല. അപ്പൻ അന്യ ദൈവങ്ങളെ മുഴുവനായിട്ട് ആ രാജ്യത്തിൽ നിഗ്രഹിച്ചു. സകല പൂജാഗിരികളെയും അവൻ മാറ്റി. പക്ഷേ മോൻ അധികാരത്തിൽ വന്നപ്പോൾ അപ്പൻ മാറ്റിയ സകല പൂജാഗിരികളെയും അകത്തേക്ക് കൊണ്ടുവന്നു. വിഗ്രഹാരാധനയെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അന്യാരാധന ശക്തികളെ അവൻ പ്രൊമോട്ട് ചെയ്തു. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. ഇവിടെ ഈ താഴ്വരയുടെ ശാപം എവിടെ നിന്ന് വന്നെന്നുള്ളതാണ്. പക്ഷെങ്കിലും ഇടയ്ക്കൊന്ന് തൊട്ടുപോകട്ടെ. അതിൻ്റെ അവസാനത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിച്ചു, 6-ാം വാക്യം. അവൻ തൻ്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്യുക. ആര്? മനശ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു വിളക്ക് കത്തിച്ച് വച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ചെന്ന് നമസ്കരിക്കാനോ ആ വിളക്കിനെ അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കാനോ വ്യവസ്ഥയില്ല. പക്ഷെ തൻ്റെ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയപ്പിച്ചപ്പോൾ ആദ്യം വിളക്ക് കത്തിച്ചു വെച്ച് തീയുടെ മുമ്പിൽ നിർത്തി സാഷ്ടാംഗം വെച്ച് അവരെ സ്തോത്രം എന്താ പറയുക യോജിപ്പിച്ചു വിട്ടു. ഏതൊരു ഭവനം പ്രതിഷ്ഠിക്കുന്ന സമയത്തിലും വിളക്ക് തെളിയിച്ചു വെച്ച് അഗ്നിയെ സാക്ഷിയാക്കി അവൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യാദികൾ അവൻ ചെയ്യുവാനായിട്ട് തുടങ്ങി. അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുവാൻ പാടില്ല എന്ന് കൽപ്പന മോശയുടെ അനുസരിച്ച് നടക്കുന്ന സമയത്തിൽ അതിനെ അവൻ പുറന്തള്ളി. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിൽ ചെറുഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അവൻ തൻ്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്യിക്കും. മുഹൂർത്തം നോക്കുകയും ചെയ്തു. മുഹൂർത്തം സമയം നോക്കിയേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ പുള്ളി. പ്രജകളുടെ ഇടക്കിലേക്ക് കടന്നു ചെന്നിട്ട് പരാതി മേടിക്കാൻ പോകണമെങ്കിൽ മുഹൂർത്തം നോക്കും. ആദ്യം കലണ്ടർ എടുക്കും, ഇന്നത്തെ മുഹൂർത്തം ഏതെന്ന് നോക്കും. അവൻ്റെ പാരമ്പര്യം ഏതാണെന്ന് വെച്ചാൽ അവൻ പള്ളിയിൽ പോകുന്നവനാ. പള്ളിയിൽ പോകും മീൻസ് അവൻ ദൈവത്തിൻ്റെ പൈതല. അവൻ്റെ അപ്പൻ ആരായിരുന്നു? ദൈവത്തിൻ്റെ ഭക്തനാ. അവൻ്റെ അപ്പൻ ആര്? ദൈവഹിതം അനുസരിച്ച് ഭരിച്ചവനാ. പക്ഷെ മകന് കുറച്ച് അഹങ്കാരം വന്നപ്പോൾ അന്യാരാധനകളെ അവൻ അംഗീകരിച്ചിട്ട് അവന് മുഹൂർത്തം നോക്കണം. ഇന്ന ദിവസം പോയാൽ പറ്റില്ല, പെണ്ണ് കാണാൻ പോകണമെങ്കിൽ ഈ ദിവസം പോയാൽ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ് ഞായറാഴ്ച പോയിട്ട് ഏത് ദിവസം വേണേ വയ്ക്കോ. പക്ഷേ ഇവൻ മുഹൂർത്തം നോക്കിയേ പോകും, സമയം നോക്കിയേ പോകത്തേ ഉള്ളൂ. ഇനി രാഹു കഴിയണം ഇവന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ. അങ്ങനെ ദൈവത്തെ വേദനിപ്പിക്കത്തക്ക എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് കഴിയോ അവൻ അതെല്ലാം ചെയ്തു. ഇന്ന് പകൽ സമയത്തിലും ചിലതൊക്കെ ദൈവത്തെ വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യാതിരിക്കാൻ ദൈവസഭയെ ഞാൻ ഒന്ന് ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. ഇതെവിടെ നിന്ന് കടന്നു വന്നു പറയാമോ? ഒരു ധൂർത്തുപുത്രനിൽ നിന്ന് കടന്നു വന്നവരാണ്. ഇത് ദൈവത്തിൽ നിന്ന് വിപരീതമായിട്ട് പ്രവർത്തിച്ച ഒരുവൻ ചെയ്തതിന്റെ പരിണിത ഫലങ്ങളാ. അടുത്ത് ആഭിചാരം പ്രയോഗിക്കുകയും
അടുത്ത അവൻ്റെ പ്രത്യേകത നല്ല സൂപ്പർ മന്ത്രവാദം. ഇവിടെ രാജാവേ, നീ അപ്പൻ വിളിച്ച ദൈവത്തെ വിശ്വസിച്ച് ദൈവമേ എന്ന് വിചാരിച്ചങ്ങ് രാജ്യത്തെ നടത്തിക്കൊണ്ട് പോയാൽ പോരായോ? ഈ ശാപം മുഴുവനും നീ വന്ന് ഭവിക്കണം. മന്ത്രവാദത്തിലാണ് അവൻ്റെ ആശ്രയം മുഴുവനും. അവൻ എന്തോ ശത്രു സംഹാരം കാരണമെങ്കിലും മന്ത്രവാദികൾ എല്ലാവരും കൂടെ വിളിക്കും, നല്ല കുറേ കർമ്മങ്ങളും കാര്യാദികളും ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ വിജയം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കപ്പെടും. ഒരു ഭാഗത്തവൻ വിജയമാണെങ്കിൽ മറുഭാഗത്തവൻ നശിക്കുകയായിരുന്നു. വെളിച്ചപ്പാടത്തിമാരെയും ലക്ഷണം പറയുന്നവരെ നിയമിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയോട് സ്തോത്രം. ലക്ഷണം പറയുന്നവർ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് മുഖശാസ്ത്രം പറയും, കൈനോട്ടം പറയും. ഇത് ദൈവത്തിന് വിപരീതമായിട്ടുള്ളതെല്ലാം അവൻ ചെയ്യാൻ തുടങ്ങി. അവനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഈ ലക്ഷണക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥത കിട്ടത്തേയില്ല. ദൈവം കൊടുത്ത ജ്ഞാനം ഉപയോഗിക്കുന്നതിന് പകരം, ദൈവം തന്ന പരിജ്ഞാനം ഉപയോഗിക്കുന്ന പകരം, ദൈവവചനത്തിലൂടെയുള്ള നടത്തിപ്പിന് പകരം ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പോകാനാണ് ഇവന് വലിയ ഇഷ്ടം. ഈ രക്ഷപ്പാട് ലക്ഷണം പറയുന്നവരെ നിയമിക്കുകയും ചെയ്തു. യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം അവൻ അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. അപ്പോൾ ദൈവത്തെ ഇഷ്ടം. ഇവൻ എങ്ങനെ ദൈവത്തിന് വിപരീതമായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയുമോ അതെല്ലാം അവൻ ചെയ്യുക എന്ന് പറഞ്ഞ് ചെയ്തതിന്റെ മധ്യത്തിൽ ഈ ബെൻഹിനോൻ താഴ്വരയിൽ അവനൊരു യാഗപീഠം പണിതു. എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ അന്യ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ബലിയർപ്പിച്ചു. ആ ബലിയർപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് ബെൻഹിനോൻ താഴ്വര. അതങ്ങനെ ശപിക്കപ്പെട്ട ഒരു സ്ഥലമായിട്ട് തീർന്നു. ഒരു ദുഷ്ട ഭരണാധികാരി സത്യദൈവത്തിൽ നിന്ന് അന്യം തിരിഞ്ഞ് കടന്നുപോയി സ്വന്തം കുഞ്ഞുങ്ങളവരെയും അന്യദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് സ്തോത്രം ബലിയർപ്പിച്ചവൻ അവന്റെ ദാരുണമായ അന്ത്യത്തിന് ശേഷം ജനങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചു വരുവാനായിട്ട് കഴിഞ്ഞില്ല. ആകയാൽ ഏറ്റവും ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന ക്രൂശുമരണം വഹിക്കുന്നവരെ അവിടെ കൊണ്ടുവന്ന് ശവത്തെ കൊണ്ടുവന്ന് വലിച്ചെറി. കാരണം നീ നശിച്ചവനാ, നിനക്ക് ഒരു സാധ്യതയുമില്ല. നിനക്കോ നിന്റെ ശവശരീരത്തിനോ യാതൊരുവിധ അംഗീകാരവും ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞ് ഈ ശപിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് ഇവനെ കൊണ്ടുവന്ന് സ്വതം അയക്കുന്ന ഒരു ഭാഗമായിരുന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, യേശു കർത്താവിന് ഒരു മനോഹരമായ ഒരടക്കൽ ലഭിച്ചിരുന്നു. സന്തോഷമുള്ളവരെന്ന് കൈയടിച്ചാട്ടെ. ഈ ശപിക്കപ്പെട്ട ബെൻഹിനോൻ താഴ്വരയിലേക്ക് വലിച്ചെറിയാതെ, ഈ താഴ്വരയിലേക്ക് കള്ളന്മാരെ എറിഞ്ഞപ്പോൾ യേശു കർത്താവിനെ എറിയാതെ വണ്ണ് അവിടെ നിർത്തിയതിന്റെ പിന്നിൽ ഒന്നുണ്ട്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ താൻ അറിയാതെ ഒരു ഇഞ്ച് കാര്യം പോലും നടന്നിട്ടില്ല. 70 പേരടങ്ങുന്ന സന്നിഗ്ധ സംഘം സൈൻ ചെയ്താൽ മാത്രമേ ഈ ക്രൂശീകരണവും കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ, അവിടുത്തെ മന്ത്രിസഭ. പക്ഷേ പിതാവ് എന്ത് ചെയ്തെന്നറിയാമോ? അതിൽ 2 പേരെ കയ്യിലെടുത്തു. ഒന്ന് നിക്കോദോമോസ് ആയിരുന്നു. ഇവൻ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ സംശയം ചോദിക്കാൻ വന്നു സ്നാനത്തെക്കുറിച്ച്. അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കയറി ജനിക്കുന്നതാണോ എന്ന് പറഞ്ഞു വന്നു. അവൻ ഭയങ്കര പണക്കാരനാണ്, വലിയ കമ്മിറ്റിക്കാരനാണ്, വലിയ അധികാരിയാണ്, രാഷ്ട്രീയ ബലമുള്ളവനാണ്. പക്ഷെങ്കിലും യേശുവിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. മറ്റൊന്ന്, ഈ 70 സന്നിഗ്ധ സംഘത്തിൽ വേറൊരാളുണ്ടായിരുന്നു, അരിമത്തിയിലെ ജോസഫ്. പുള്ളിയും പണച്ചാക്ക, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഉറവിടം. ഈ കമ്മിറ്റിക്കകത്ത് അവനുമുണ്ട്. ദേശത്തിൻ്റെ ഉന്നതന്മാരായിരിക്കുന്നു. ഇവർ 2 പേരും ഒത്തുകൂടി, ഇവർ രഹസ്യ ശിഷ്യന്മാർ. അവർ തമ്മിൽ പറഞ്ഞു, ക്രിസ്തു ആക്ച്വലി ഒരു തെറ്റും ചെയ്തില്ല, നമ്മുടെ രാഷ്ട്രീയ പിടിപാടിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എതിരാളിയെ നിഗ്രഹിക്കുക, ഈ അജണ്ടയുമായിട്ട് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഇവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ക്രൂശിൽ കയറ്റിയിട്ട് ജനങ്ങളെ മുഴുവനും പറയും കുറ്റം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്, അല്ലാതെ ഞങ്ങളുടെ ഭാവിക്ക് ഇവൻ ഭീഷണി ആയതുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്തതെന്ന് ആരും പറഞ്ഞില്ല. അവർ തമ്മിൽ സംസാരിച്ചു. അവർക്കിത് മനസ്സിലായി. ഈ അറസ്റ്റും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി. ഇതേതോ വലിയൊരു അജണ്ടയാണ്. ഇത് ഇന്നങ്ങ് മേളിൽ നടക്കുന്നുവെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇനി താഴെയും വരും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് നമുക്കൊന്ന് സംസാരിക്കാം. എന്തായാലും ക്രിസ്തു മരിച്ചു, ഒരു നിരപരാധിയെ ഇവർ കൊന്നു, അതുകൊണ്ട്
ഈ ഡെഡ് ബോഡിയോട് നമുക്കൊരു മാന്യതയെങ്കിലും കൽപ്പിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ആമേൻ. ഈ ഡെഡ് ബോഡിയെ വലിച്ചെറിയാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജോഡിയാ, എൻ്റെ മകന്റെ ബോഡിയാ. പീലാത്തോസിൻ്റെ അടുക്കൽ ഇവർ ചെന്നപ്പോൾ ഇവർ ചില്ലറക്കാരല്ലല്ലോ, വലിയ പുള്ളികളാണ്. പറഞ്ഞു, ശരി, ഡെഡ് ബോഡി നിങ്ങളെടുത്തോ. അരിമത്തിയിലെ യോസഫ്, അവൻ വലിയ പണക്കാരനാകൊണ്ട് അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ മനോഹരമായ ഒരു കല്ലറ അവൻ പണിതിട്ടുണ്ടായിരുന്നു. യെശയ്യാവ്, ദീർഘദർശിയായിരിക്കുന്ന പ്രവാചകനായ യെശയ്യാവ് വ്യക്തമായത് എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് 53:9 അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ജീവനോടെ ഇരുന്നപ്പോഴത്തേക്ക് ദുഷ്ടന്മാരുടെ ശവക്കുഴിയായിരുന്നു എങ്കിലും, പക്ഷെ മരണത്തോടുകൂടി സമ്പന്നന്മാരോടുകൂടെ ഇരിക്കത്തക്ക വിധത്തിൽ യെശയ്യാവ് നേരത്തെ പ്രവചിച്ചു, മരണത്തോടുകൂടി സമ്പന്നന്മാരുടെ കൂടെ ഇരിക്കും. അരിമത്തിയിലെ യോസേഫിന് പെട്ടെന്നൊരു മൈൻഡ്, ഒരു ബെൻസ് കാർ മേടിക്കണമെന്ന് തോന്നിയതുപോലെ തന്നെ ഒരു നല്ലൊരു കല്ലറ ഉണ്ടാക്കാം. യേശുവിന് വേണ്ടിയിട്ടല്ല, അവന് വേണ്ടിയിട്ട്, അവൻ്റെ കുടുംബ കല്ലറ ഉണ്ടാക്കി. പക്ഷെ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ യോസഫ് പറഞ്ഞു, എനിക്ക് ഞാൻ വേറെ കല്ലറ ഉണ്ടാക്കാം, പക്ഷെ ഇപ്പോൾ ക്രിസ്തുവിന് നമുക്ക് ഏറ്റവും നല്ലൊരു കല്ലറ കൊടുക്കണം. നിക്കോദോമസിനോട് പറഞ്ഞു, കല്ലറ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് അപ്രൂവൽ മാത്രം എടുത്താൽ മതി. ശരി, നേരെ ചെന്ന് അപ്രൂവൽ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനകത്ത് ആമീൻ ശവസംസ്കാരത്തിൻ്റെ രീതി രണ്ട് തുണികൾ, അതാണ് ശീലകൾ അവിടെ ഉണ്ടായിരുന്നു. രണ്ട് നീളമുള്ള, സാരിയേക്കാളും ഭയങ്കര നീളമുള്ള തുണികൾ ഉപയോഗിച്ചാണ് ശവസംസ്കാരം ചെയ്യുന്നത്. അവിടുത്തെ ശവസംസ്കാരം ചെയ്യുന്നത് ആ നീളമുള്ള തുണിയിൽ ആ ബോഡി എടുത്ത് കിടത്തും. എന്നിട്ട് സുഗന്ധദ്രവ്യങ്ങൾ മുഴുവനും പൂശും. ഇത് ചീത്തയാകാതിരിപ്പാൻ, ചീഞ്ഞു പോകാതിരിപ്പാൻ, അല്ലെങ്കിൽ സ്മെല്ല് വരാതിരിക്കുക, അതവിടുത്തെ സംസ്കാരം. എന്നിട്ട് ആ ശീല ലാസറിനെയൊക്കെ പൊതിഞ്ഞതുപോലെ ഇങ്ങനെ ചുറ്റി വയ്ക്കും ഒരു ലെയർ. വീണ്ടും സുഗന്ധദ്രവ്യങ്ങൾ പൂശും, വീണ്ടും ചുറ്റും. പീലാത്തോസ് ഒരു റൂള് പറഞ്ഞിരുന്നു, നാളെ ശബത്താണ്, അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്തോളണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്തോളണം. ഇവിടെ കൂടുതൽ സമയം കറങ്ങാൻ പറ്റത്തില്ല. മാത്രവുമല്ല, നിക്കോദോമസിനെ സംബന്ധിച്ചിടത്തോളവും അരിമത്തിയിലെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളവും ഇവർക്ക് ശബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം കുനിഞ്ഞൊരു കുപ്പ എടുക്കാൻ പാടില്ല. അത്രയും അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ആ വിധത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ കല്യാണത്തിനും പാലിയാച്ചിനും ഒക്കെ പോകും, പക്ഷേ നല്ല ക്രിസ്ത്യാനിയൊക്കെ പോകാൻ പേടിയാണ്. കാരണം അന്നേ ദിവസം ദൈവത്തെ ആരാധിക്കാൻ മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പരിപാടി നടക്കണം. സുഗന്ധദ്രവ്യം ഈ രാത്രിയിൽ എവിടെ പോയി മേടിക്കും? അതായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷേ ദൈവത്തിനറിയാം, നിങ്ങൾക്ക് രാത്രിയിൽ അപ്രൂവൽ ലഭിക്കും. നിങ്ങൾ രാത്രിയുടെ യാമത്തിൽ നിങ്ങൾ ഈ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്ന സമയത്തിൽ അത് സുഗന്ധദ്രവ്യം, സ്വേച്ഛ ജഡമാംസി തൈലം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ജീവനോടെ ഇരുന്ന സമയത്തിൽ തന്നെ എൻ്റെ നാഥൻ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ തരപ്പെടുത്തി. അവൾ വലിയ പ്രസംഗകയൊന്നുമല്ല, അവൾ വലിയ ഭൂത ഒഴിപ്പിക്കുന്നവളൊന്നുമല്ല, അവൾ ഒരു കൺവെൻഷൻ പ്രാസംഗിയൊന്നുമല്ല. അവൾ സ്വത്ര യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സുഗന്ധദ്രവ്യം ഒരുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിലരെ വേർതിരിച്ചിട്ടുണ്ട്. അന്ന് ആ സമയത്തിൽ അവൾ ആ സുഗന്ധ സ്വേച്ഛമാംസി തൈലം പൊഴിച്ചപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞു, ഇത്രയും വില കൂടിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പാവങ്ങൾക്ക് കൊടുത്താൽ പോരെയുന്നു. അപ്പോൾ പറഞ്ഞു, എല്ലാം കൂടെ കൊണ്ട് പാവങ്ങൾക്ക് കൊടുത്താൽ പറ്റത്തില്ല, അവരൊക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്ത് കാമ്യ നിയോഗമാണ്. എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവളിത് ചെയ്യുകയാണ്. ആമീൻ. എവിടെയൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെ എല്ലാം ഈ സ്ത്രീയെ കുറിച്ച് പ്രസംഗിക്കും. അതുകൊണ്ട് ഇന്ന് ഞാനും പ്രസംഗിച്ചു. നിങ്ങളെ ദൈവം എന്തിനാ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം. ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുന്നു. ആയിരക്കണക്കിന് വീടുകളിൽ ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുന്നു. അതിന് കുറേ സഹോദരങ്ങളിവിടെ വർക്ക് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് എന്നെ കാണത്തില്ല. ഞാനൊരു കട്ടറുമ്പ് നിൽക്കുന്ന പോലെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നല്ല വലിപ്പമുള്ള ഒരു രൂപം അവിടെ കാണിക്കുന്നു. അത് ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിലർ പാടുന്നു, അതെ, ചിലർ ലൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. പലർക്കും പല രീതി.
ഈ സ്ത്രീക്ക് ഒറ്റ റോളെ കൊടുത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് സ്വേച്ഛ ജഡമാംസി തൈലം കിട്ടത്തില്ല. പക്ഷെ അതിന് മുൻപായിട്ട് അതിൻ്റെ ഒരു കുറവ് അവിടെ വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കുക. ഇന്ന് പകൽ സമയം നിന്നെ ദൈവം ഏൽപ്പിച്ച കാര്യാദികളുടെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ചെറുതാണെന്ന് വെച്ച് നീ ചെയ്യാതിരിക്കരുത്, ചെറുതാണെന്ന് വെച്ച് നീ ചെയ്യാതിരിക്കരുത്. ഒരുപക്ഷെ ഇന്ന് ഞാനിവിടെ പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കാം. നിന്റെ വീട്ടിൽ നീ ചെന്നിരുന്ന് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ആമേൻ, ഞാനത് കണ്ടില്ല എങ്കിലും ഞങ്ങളത് കണ്ടില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ അത് ചെയ്യുന്നോ ഇല്ലയോ? ആമേൻ, മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചകളിലും രോഗികളായി തകർന്ന് നിരാശയിൽ വന്നവർക്ക് എല്ലാവർക്കും ഷാജി ബ്രദർ പ്രാർത്ഥിക്കണമെന്നല്ല, നിന്നെയാണ് പ്രാർത്ഥനാവരം തന്ന് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല മനസ്സോടുകൂടി ചെയ്യുവാനായിട്ട് നീ മറക്കരുത് സഹോദരങ്ങളെ. അങ്ങനെ ആ സ്ത്രീ അത് ചെയ്തു. ആകയാൽ ക്രിസ്തുവിന് ഒരേ ഒരു കുറവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സുഗന്ധദ്രവ്യയില്ല. ആ ശീല ചുറ്റി 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 ആകയാൽ ആ കല്ലറയ്ക്കകത്ത് അതിനെ കൊണ്ടുവന്ന് വച്ചു. സ്തോത്രം. 3 ദിവസം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളതാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളത്. സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ ദൈവദാസന്മാരോടൊക്കെ ചോദിച്ചാലേ അറിയാവൂ. അത് ഞങ്ങൾ ആ പാരമ്പര്യം ഇങ്ങനെ ഫോളോ ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ പ്രധാനപ്പെട്ടത്. ആ യേശുവിൻ്റെ ദാസന്മാർക്കാണ് സമയത്തിന് വാല്യൂ കൽപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനാ മുറിക്കകത്ത് കടന്നു വരപ്പെടുമ്പോഴും ചിലപ്പോൾ ശരി 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 ഇങ്ങനെ ആക്കുമ്പോൾ കുറ്റം പറഞ്ഞ് വെച്ച് പ്രായിക്കൊണ്ട് ഇറങ്ങി പോകരുത്. അവൻ ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. സമയം വേസ്റ്റ് ചെയ്യരുത്. അവൻ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചെറുതായിട്ട് പ്രാർത്ഥിച്ചാണെങ്കിലും അതിലുള്ള ഫലം കിട്ടുമെന്നുള്ള ഉറപ്പോട് കൂടി പോകണം. എൻ്റെ കർത്താവിന് 3 ദിവസം വേസ്റ്റായി പോയെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18 മുതൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആരോട് പ്രസംഗിച്ചു? തടവിലുള്ളവരോട് പ്രസംഗിച്ചു. തടവിലുള്ളവരോട് ആമേൻ പ്രസംഗിച്ചു. തടവിലുള്ളവർ പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അവിടെ പറഞ്ഞത് ഈ കല്ലറയ്ക്കകത്തൊന്നും യേശു ഇല്ലായിരുന്നേ. കർത്താവ് ഇവരെ കല്ലറയെ കൊണ്ടുവച്ച് നല്ലൊരു ശവസംസ്കാരം 10-20 പേരൊക്കെ പിടിച്ച് ഉരുട്ടത്തക്ക രീതിയിലുള്ള കല്ലെല്ലാം ഉരുട്ടി വെച്ച് അരിമത്തിയിലെ യോസഫും നിക്കോദമോസും കൂടെ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും ഇത്രയെങ്കിലും ഒരു പുണ്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ ഈ മനുഷ്യ ജീവിതത്തിലേക്ക്, നല്ലൊരു അടക്ക ശുശ്രൂഷയെങ്കിലും കൊടുക്കാനായിട്ട് കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോയി. എൻ്റെ നാഥനുണ്ടല്ലോ ഇപ്പോൾ എവിടെ? ഭൂമിക്കകത്ത്. ആ ഭൂമിക്കടിയിലിരുന്ന യേശു ഇവർ കൊണ്ടുവന്ന് സീൽ ചെയ്ത് പോയപ്പോൾ നേരെ പാതാളത്തിലേക്ക് പോയി. പാതാളത്തിലേക്ക് പോയതാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതി കാണും? യേശുവും പത്രോസും ഒരുമിച്ച് നടന്നപ്പോൾ പത്രോസിന് അല്ലെങ്കിലും ഭയങ്കര കുസൃതിക്കാരനാണ്. പുള്ളിക്കാരൻ ചോദിച്ചാണ്, കർത്താവേ ഈ ഭൂമിക്കടിയിൽ 3 ദിവസം ഇരുന്നല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പത്രോസ് ചോദിച്ചു കാണും. ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നു നിനക്ക് തോന്നുന്നുണ്ടോടാ? സ്വത്രം അതെ, ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങ് എൻ്റെ ജോലിക്കായിട്ട് ഞാൻ പോയി. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം പേരെ മുഴുവനും നശിപ്പിച്ചു. ആക്ച്വലി അവർ സുവിശേഷം കേട്ടവരല്ല. ഇവർ ഞങ്ങളെ പോലെ ഈ ആ കാലഘട്ടത്തിൽ വലിയ പ്രസംഗകരുണ്ടായിരുന്ന കാലഘട്ടമല്ല. അന്ന് നോഹ അന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞാലും യഥാർത്ഥത്തിൽ സ്നാനത്തെക്കുറിച്ചോ യഥാർത്ഥത്തിലുള്ള നിത്യതയെക്കുറിച്ചോ ഒന്നും അവിടെ ആർക്കും ഇല്ലാമില്ല. പക്ഷേ പൂർണ്ണമായി ജനം ചത്തുപൊങ്ങി. 8 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള സകല പേരും മരിച്ചു. ആകയാൽ ഇവർ കാത്തുകിടക്കുകയാണ് പാതാളത്തിൽ. ദൈവത്തിന് അവരോടൊരു സിമ്പതി തോന്നി. പുത്രന്റെ ജോലി സുവിശേഷം പ്രസംഗിക്കലാണ്. അവൻ പാതാളത്തിലേക്ക് ചെന്നു.
അവിടെ നിദ്ര പ്രാപിച്ചവരുടെ ഇടയിൽ ചെന്ന് ആ നോഹയുടെ കാലഘട്ടത്തിലേക്ക് മരിച്ചുപോയവരുടെ അടുക്കലേക്ക് ചെന്ന് അവൻ നിത്യതയെക്കുറിച്ച് പ്രസംഗിച്ചു. അവർ രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, അവരെയും നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഭൂമിയിൽ മാത്രമല്ല തൻ്റെ ശുശ്രൂഷ ചെയ്തത്, അവൻ ഭൂമിക്കടിയിലും ആ 3 ദിവസം വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അവൻ തൻ്റെ ശുശ്രൂഷ അവിടെ ചെയ്തുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ യേശു കർത്താവ് വിളിക്കപ്പെട്ട ദൈവ പൈതലേ, ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യരുത്, ഒരു ദിവസം പോലും നീ മാറ്റിവെക്കരുത്. എന്റെ കർത്താവ് നിന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോട് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്, യേശു 3 ദിവസം വെറുതെ ഇരിക്കയില്ല. അവിടെ ആമേൻ മൃതന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവിടെ ചെന്ന് സ്തോത്രം സുവിശേഷം പ്രസംഗിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്ന ആ സമയത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി അടുത്ത് ഈ ഉയർപ്പിന്റെ അടുത്ത സന്ദേശം, മനുഷ്യർക്കെല്ലാം ഒരു നിത്യതയുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, മനുഷ്യർക്ക് ഒരു നിത്യതയുണ്ട്, മനുഷ്യർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിങ്ങൾ മരിച്ചാൽ എവിടെ പോകും? ഇതൊരു ചോദ്യം. ഇതിൻ്റെ ആദ്യ ഫലം ക്രിസ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഉയർപ്പ് ക്രിസ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉയർപ്പിനും പുനർജന്മത്തിനും അതെ പുനരുദ്ധാരണത്തിനുമൊക്കെ വ്യത്യാസമുണ്ട്. ഒരു പുനർജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ഒരാൾ ജീവിച്ചു വരുന്നതിനെയാണ് പുനർജീവനം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. മരിച്ച് ജീവിച്ച ആൾക്കാരെ കുറിച്ച് നിങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലൊരു കുഞ്ഞ് ഒരിക്കൽ കൈക്കുഞ്ഞ് മരിച്ചുപോയ അനക്കമില്ലാത്തൊരു കുഞ്ഞ് കുറച്ച് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പുരുഷൻ, എൻ്റെ കൂടെയുള്ളൊരു പാസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും അത് വെഞ്ഞാറമ്മൂട് നമ്മുടെ ചർച്ചിൽ വർക്ക് ചെയ്യുന്ന പാസ്റ്റർ, പുള്ളി മരിച്ച ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി ആമേൻ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ജീവൻ പ്രാപിച്ചത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് പുനർജീവനം എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഇന്ന് സ്വത്രം ഈ കൂട്ടത്തിലും പലരും അങ്ങനെ ഇരിപ്പുണ്ടായിരിക്കാം. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ കുഞ്ഞുങ്ങളൊക്കെ ആമേൻ അനക്കമില്ലാതെ വന്നപ്പോൾ യേശുവേ എന്ന് വിളിച്ച സമയത്തിൽ, കർത്താവേ എന്ന് വിളിച്ച സമയത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയവർ, അങ്ങനെ മരിച്ചു ജീവിച്ച പലരും ഈ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കപ്പെടാം. ഇതെല്ലാം പുനർജീവനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പല്ല, അത് പുതിയതായിട്ട്. ഇനി മറ്റു പുരാണങ്ങളുടെ രീതികൾ അനുസരിച്ച് അവരുടെ വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിലും ചിലപ്പോൾ ചിലർക്കൊരു സംശയം ഇരിക്കപ്പെടും. ചിലർ മരിച്ചിട്ട് അവർ കാക്കയായും പൂച്ചയായും പട്ടിയായും വീണ്ടും ജനിക്കും എന്ന് വിശ്വസിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതൊരു പുനരുദ്ധാരണമല്ല. എന്താ ചിലരുടെ വിശ്വാസം അനുസരിച്ച് ഈ ജന്മം മുഴുവനും മറ്റുള്ളവർക്ക് വിനയായിട്ട് എപ്പോഴും കുത്തിമുറിവേൽപ്പിച്ച് പ്രശ്നമുണ്ടാക്കി അവയെ എപ്പോഴും മുള്ളായി മറ്റുള്ളവരെ വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തി അനേകരുടെ ശാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി അങ്ങനെ ചെന്ന് അവസാനം മരിക്കാറാവുമ്പോഴത്തേക്ക് അവർ പറയും, നീ അടുത്ത ജന്മത്തിൽ വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ല, നീ തെരുവ് നായായിട്ട് നീ ജനിക്കും, നീ ഒരുപാട് പേരെന്ന് എറിയും കൊള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. പൂച്ച നമുക്ക് ബൈബിളിനകത്തില്ല, അതിലൊന്നും പോരുതാരും. ബൈബിളിൽ മനുഷ്യൻ ബൈബിളിൽ എങ്ങനെയാണത് പെട്ടെന്ന് അവസാനിപ്പിക്കുക? ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ പുനർജീവനം വേറെയാണ്, പുനർജന്മം എന്ന് പറയുന്നതും വേറെയാണ്. ഇവിടെ പുനരുത്ഥാനം അഥവാ ഉയർപ്പാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ,
നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകിയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും നിങ്ങൾ വർദ്ധിച്ചു വരുവേൻ. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ നാളുകൾ വിളിച്ചു പറയുന്ന മറ്റൊരു സന്ദേശമാണ്, ഒരു മനുഷ്യന് ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു പുനഃസ്ഥാപനം എന്നുള്ളതിലുപരി ഒരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനൊരു കല്ലറയിൽ അവനെ സൂക്ഷിക്കണം. ദൈവജനം, പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നല്ല വീടുണ്ട്, നിങ്ങൾക്ക് നല്ല ഡ്രസ്സുണ്ട്, നല്ല വാഹനമുണ്ട്, നിങ്ങൾക്ക് നല്ല മക്കളുണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്. ഒരു കല്ലറയ്ക്കുള്ള സ്ഥലമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. എന്തെന്നറിയാവോ? ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്കുണ്ട്. കൊണ്ട് കത്തിച്ച് കളയാതിരിക്കണം, നല്ലതാ. നോർത്തിലൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് സാഹചര്യങ്ങൾ നിമിത്തം. പക്ഷേ ഒരു ഉയർപ്പുണ്ട്. അപ്പോൾ ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരെന്ത് ചെയ്യും? സാധാരണ ചർച്ചുകാരിതിനെ ഏറ്റെടുക്കാറുണ്ട്. പള്ളിക്കാർക്ക് യഥാർത്ഥത്തിൽ ചർച്ച് ഹാൾ ഉണ്ടായിരിക്കണം. ആ ഹാളിന് ആവശ്യമായിട്ടുള്ളത്, ചർച്ചിൽ ആവശ്യമുള്ള വാഹനം ഉണ്ടായിരിക്കണം. ദൈവവചനപ്രകാരമുള്ള ഏത് കാഴ്ചപ്പാടാണോ ആ ചർച്ചിനുള്ളത്, ആ കാഴ്ചപ്പാടിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും ഉണ്ടായിരിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് സെമിട്രി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ പള്ളിഭൂമിയിൽ 10-15ഓളം വ്യക്തികളെ നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോരുമില്ലാത്ത അമ്മമാർ, ആരോരുമില്ലാത്ത അപ്പച്ചന്മാർ. സഭയുടെ ഒരു അസറ്റായിട്ടാണ് സെമിട്രിയെ കാണേണ്ടത്. അപ്പോൾ സ്വന്തമായിട്ട് ഒന്നുമില്ലായെങ്കിലും ഒരു കുഴിയെടുക്കാനുള്ള സ്ഥലം കരുതണം. വയറിറുക്കി കെടുത്തി വെച്ച് MBBS എടുപ്പിച്ച് അങ്ങ് വിട്ടാൽ പോരെ, പിള്ളേരെല്ലാം കൊണ്ട് കത്തിച്ച് കളയും നമ്മളെയൊക്കെ. പണങ്ങിയോ? അവരെ ഭാവിക്ക് നല്ലതാണ്, നോക്കണം. പക്ഷേ ഒരു പിടി മണ്ണ് കരുതാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസയെങ്കിലും അടച്ച് മരിക്കുമ്പോൾ അങ്ങടി ഇങ്ങടിയായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാനുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്ത് വിടുകയാണ്. പതുക്കെ മതി, എടുത്തു ചാടണ്ട. കാരണം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട്. അതിൻ്റെ തുടക്കമാണ് ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവൻ നമ്മെയും ഉയർപ്പിക്കും. ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക്, മാനുഷികതയിൽ നിന്ന് അമാനുഷികതയിലേക്ക് നമുക്കൊരു ചേഞ്ച് തന്ന് നമ്മെ മാറ്റിയെടുക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ നമുക്കുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഭാഗം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കില്ലെന്ന് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകളെ, എല്ലാവരും അന്ത്യകാലത്തിൽ പെട്ടെന്ന് കണ്ണുമേക്കണം. നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഞാനിത് വാക്യത്തിലേക്ക് പോകുന്നില്ല, സിമ്പിളായിട്ട് പറയട്ടെ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ കല്ലറയിൽ സൂക്ഷിക്കണം. ഒരു പെട്ടി മേടിക്കണം. ആ പെട്ടി മേടിച്ചിട്ട് നല്ല ഒരു ദൈവദാസനെ കൊളിച്ചൊരു നല്ലൊരു അടക്ക ശുശ്രൂഷ കൊടുക്കാൻ ശ്രമിക്കണം. ആകയാൽ അഭിപ്രായങ്ങൾ പലതും പറഞ്ഞെന്നിരിക്കപ്പെടാം. പക്ഷേ ഒരു ദൈവദാസനെ വിളിച്ച് ഒരു അടക്ക ശുശ്രൂഷയിൽ ആ ഡെഡ് ബോഡിയോടുള്ള മാന്യത കാണിച്ച് ഒന്നൊന്ന് പ്രാർത്ഥിച്ച് ഒരു കുഴിയെടുത്ത് ഒരു പെട്ടിക്കകത്ത് വെച്ച് ആ വ്യക്തിയെ അവിടെ സൂക്ഷിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകണം. ഇത്രയുമാണ് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യം. ഒരാളിലൊരു അടക്ക ശുശ്രൂഷ കൊടുത്തിട്ട് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അവൻ വരുന്ന സമയത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയോ ജീവനോടെ ശേഷിക്കുന്ന നാമോ അവനോടുകൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അപ്പോൾ ഒരു രൂപാന്തരം നടക്കുന്നു. പെട്ടെന്ന് അവസാനിപ്പിക്കുക. രൂപാന്തരം സമം ഈ വ്യക്തി മരിച്ച സമയത്തിൽ എല്ലും തോലുമായിട്ടായിരിക്കാം ചിലപ്പോൾ മരിച്ചത്. എല്ലുണ്ട്, അതോടൊപ്പം തോലുമുണ്ട്, മാംസമൊന്നുമില്ല. കാരണം കീമോ ചെയ്ത് പരുവപ്പെട്ട്
പിന്നെ എന്താ പറയുക, ആഹാരം കഴിക്കാൻ പറ്റാതെ ഭക്ഷണമൊന്നുമില്ലാതെ ജീർണിച്ച് 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 ഒരു പരുവായി. കണ്ടാൽ ആളുപോലും അറിയാത്ത വിധത്തിൽ ആ വ്യക്തി മാറിയെന്നിരിക്കാം. പക്ഷേ പ്രാർത്ഥിച്ച ആ വ്യക്തിയെ കൊണ്ട് സൂക്ഷിക്കുമ്പോൾ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വ്യക്തി സൗന്ദര്യമുള്ള, തേജസ്സുള്ള, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശരീരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് കടന്നു വരപ്പെടും. ഇന്ന് പകൽ സമയത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, കണ്ണുമയ്ക്ക് നഖം വെച്ചൊരു രൂപാന്തരം വരും. ഇന്ന് നിനക്ക് ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കാം, ഇന്ന് ചിലപ്പോൾ ആരോഗ്യം ഇച്ചിരി കുറവായിരിക്കാം. പക്ഷെ എൻ്റെ നാഥൻ കടന്നു വരുന്ന സമയത്തിൽ നിനക്കൊരു രൂപാന്തരമുണ്ടാകും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്തിൽ ആക്ച്വലി ശിഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ആദ്യം അവർ ഒരുമിച്ചിരുന്ന സമയത്തിൽ അവരുടെ മധ്യത്തിലേക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഭൂതമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി. എമ്മൗസിലേക്ക് ശിഷ്യന്മാർ അത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ യേശുവും കർത്താവും അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയ സമയത്തിലെ കാര്യം കേട്ട് പറയുമ്പോൾ തൻ്റെ കൂടെ നടക്കുന്ന ആളിനെ പോലും അറിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റതോടുകൂടി ആള് മാറി. മഗ്ദലക്കാരത്തി മറിയ അതുവരെയും വാലെ തൂങ്ങി നടന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നടന്ന പുള്ളിക്കാരത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേരും പറഞ്ഞ് തോട്ടക്കാരൻ ആർക്കും പിടികിട്ടിയില്ല. അപ്പോ അതുപോലെയുള്ള ഉയർപ്പാണ് ദൈവം നമുക്ക് തരുന്നു. ഒരു രൂപാന്തരമുണ്ട്, കണ്ണുമയ്ക്കകം വെച്ചൊരു രൂപാന്തരം. ഇന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. നിനക്കൊരു രൂപാന്തരമുണ്ട്. നിന്നെ തേജസ്കരിക്കുന്ന ഒരു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കയിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്ക് നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കപ്പെടുന്നു. അത് ശരീരത്തോടുകൂടി തന്നെ നമുക്ക് എഴുന്നേൽക്കുവാനായിട്ട് കഴിയപ്പെടുക. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ എഴുതുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക. യേശു തൻ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പോൾ അടുത്ത് ഉയർത്തെഴുന്നേറ്റിരുന്ന വ്യക്തിയുടെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചില സിംറ്റംസ് ആ വ്യക്തിയിൽ നമുക്ക് ഞാൻ പറഞ്ഞ മറ്റൊരാളായി തീരുമെന്നുള്ളതല്ല, തേജസ്കരണം സംഭവിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ആ എല്ലും തോലുമായിട്ട് മരിച്ച വ്യക്തി എല്ലും തോലുമായിട്ടായിരിക്കത്തില്ല അതെ എഴുന്നേറ്റ് കടന്നു വരുന്നത്. അവിടെ ഇങ്ങനെ ആയിരിക്കുന്നു, വാതിൽ അടച്ചിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നു. 2 ഒന്ന് രൂപാന്തരം പ്രാപിക്കുന്നു. 2 മരിച്ചയാള് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്ര നിങ്ങൾ ജന്നൽ അടച്ചിട്ടിരുന്നാലും ശരി തന്നെയാണ്, വാതിൽ അടച്ചിട്ടിരുന്നാലും ശരി തന്നെയാണ്, വാതിലിടുകയും ചെയ്യും, ജന്നൽ അടച്ചിട്ടിരിക്കുകയും ചെയ്യും. മരിച്ചയാൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനകത്തവന്ന് പേടിയാവുന്നല്ലേ? ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ ഏത് വാതിലടഞ്ഞു കഴിഞ്ഞാലും ദൈവം എഴുന്നേൽപ്പിക്കുന്നവന് ആ വീട്ടിനകത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഒരു ഡോറിനും അവനെ തടുക്കുവാൻ കഴിയപ്പെടത്തില്ല. അതാണ് രൂപാന്തരം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇവർ വാതിലെല്ലാം, യഹൂദന്മാരെ പേടിച്ച് വാതിലെല്ലാം അടച്ച് അകത്തിരിക്കുകയായിരുന്നു. പക്ഷേ കർത്താവിന് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ഇവൻ വാതിലടച്ചിട്ടിരുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് സ്തോത്രം അവൻ ചെന്ന് നിന്നു എന്ന് എഴുതിയിരിക്കുന്നു. തോമാസിനോട് തൊട്ടു നോക്കാൻ പറഞ്ഞു. അപ്പോൾ മരിച്ച എഴുന്നേൽക്കുന്ന ഒരാളിനെ സ്പർശിക്കാൻ കഴിയും. ഞാൻ ആദ്യമേ പറഞ്ഞു, ആമേൻ, പുനരുത്ഥാനത്തിൻ്റെ ആദ്യ ഫലം ക്രിസ്തുവാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവർക്കും ഈ യഥാർത്ഥത്തിലുള്ള ഒരു പുനരുത്ഥാനം ദൈവം കൊടുക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുമെന്നും ഏത് വിധത്തിൽ ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. മറ്റു വല്ലതിനെയും വെറും മണി എത്ര വിതയ്ക്കുന്നത്? ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഒരു വിത്തിന് അതതിൻ്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. അപ്പം ഭൂമിയിലുള്ളപ്പോഴുള്ള തേജസ് വേറെന്ന്,
സ്വർഗീയ ശരീരം തേജസ്കരിക്കപ്പെടുന്നതോടുകൂടി ആ ശരീരം മറ്റൊന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും എഴുതിയിരിക്കപ്പെടുന്നു. 1 കൊരിന്ത്യർ 15:6 അനന്തരവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും സകല പ്രജകൾക്കും എല്ലാവർക്കും അവൻ പ്രത്യക്ഷമായി. പിന്നത്തേതിൽ കർത്താവിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവൻ പ്രത്യക്ഷനായി. സകല വ്യക്തി ജീവിതങ്ങൾക്കും യേശു കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ളതിനെ കുറിച്ചാണ് ആമേൻ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എല്ലാവർക്കും പ്രത്യക്ഷനായി. തീർന്നില്ല, ആ കല്ലറയിലേക്ക് പിന്നീട് മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഓടിച്ചെന്ന് നോക്കിയ സമയത്തിലേക്ക് ആ കല്ലറയിൽ ആരുമില്ല. ക്രിസ്തു പാതാളത്തിൽ സുവിശേഷം അറിയിക്കാൻ പോയി. ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി. ശിഷ്യന്മാർക്ക് അവിടെവിടെയായിട്ട് അവൻ പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമത്തെ അടയാളം ക്രിസ്തുവിൻ്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. രണ്ടാമതായിട്ട് നോക്കുന്ന സമയത്തിലേക്ക് അതുവരെയും ആരാധനകളെല്ലാം ശനിയാഴ്ച ദിവസങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. ശബത്ത് എന്ന് പറഞ്ഞാൽ 7-ാം ദിവസമായിരുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ. പക്ഷെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ. ഒരിക്കൽ കൂടി ഈ ശനിയാഴ്ച മിഷൻ അങ്ങനെയുള്ളവരൊക്കെ തർക്കിക്കുന്ന സമയത്തിൽ പലപ്പോഴും നമ്മൾക്ക് ഉത്തരം മുട്ടിപ്പോകാൻ ചിലപ്പോൾ സാധ്യതകളുണ്ട്. ശനിയാഴ്ച ആയിരുന്നു ശബത്ത്, പക്ഷേ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായി മാറിയപ്പോൾ തന്നെ സഭ ഒന്നടങ്കം ആരാധനയ്ക്കുള്ള ദിവസം ഞായറാഴ്ചയായിട്ട് തരംതിരിഞ്ഞു വന്നു. അത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു അടയാളമാണ്. ഒഴിഞ്ഞ കല്ലറ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആരാധനകളെല്ലാം ഞായറാഴ്ചകളിലേക്ക് പൂർണ്ണമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ വ്യക്തിപരമായിട്ട് അവൻ അനേകർക്ക് പ്രത്യക്ഷമായി എന്നുള്ളത്. 500 പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടോ? അതെ, അവൻ പൗലുസിന് പ്രത്യക്ഷപ്പെട്ടോ? അവൻ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടോ? അതെ, അവൻ തോമാസിന് പ്രത്യക്ഷപ്പെട്ടോ? അങ്ങനെ തുടങ്ങിയുള്ളതെല്ലാം ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെതായിട്ടുള്ള പ്രത്യേകത. ശിഷ്യന്മാര് തെരുവില് പിന്നത്തേതിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഈ ഉയർപ്പെഴുന്നേൽപ്പിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളാണ്. യേശുവിനെ കണ്ടവർക്ക് പിന്നെ പേടിച്ചിരിക്കാനായിട്ട് തോന്നിയില്ല. യേശുവിനെ അനുഭവിച്ചവർക്ക് പിന്നെ ഒതുങ്ങിക്കൂടാൻ കഴിഞ്ഞില്ല. അവർ തൽക്കാലത്തിലേക്ക് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നു. തൽക്കാലത്തിലേക്ക് അവർ പാത്തും പതുങ്ങി നിന്നു. പക്ഷേ ക്രിസ്തു അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്തിലേക്ക് അവരുടെ ഉള്ളിനകത്തൊരു വീര്യം വരാൻ തുടങ്ങി. അവരുടെ ഉള്ളിനകത്തൊരു പുതുബലം വരുവാൻ തുടങ്ങി. ഇന്ന് ആരൊക്കെയോ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കപ്പെടുമ്പോൾ നിന്റെ ഉള്ളിനകത്തൊരു പുതുജീവൻ വരുന്നു. രോഗത്തെ നിനക്ക് ഭയമില്ലാതെ, ശരീരത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നിനക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടുവിക്കുന്നത് പോലെ തന്നെ ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ നേരിട്ട് വന്ന് അവർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ തീഗോളങ്ങളായി മാറി. റോമൻ സാമ്രാജ്യം ഒന്നടങ്കം ഇവർക്കെതിരായിട്ട് കള്ളക്കേസുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ പേടിച്ചിരുന്ന പത്രോസ് ഇറങ്ങി പ്രസംഗിക്കാൻ തുടങ്ങി. 3000-ലധികം പേർ സ്നാനം സ്വീകരിച്ചു. യേശു കർത്താവിനോട് ചേരുവാൻ വേണ്ടിയിട്ട് സ്തോത്രം പൂർണ്ണമായ അനുഭവത്തിലേക്ക് പത്രോസ് ഉൾപ്പെടെയുള്ള വ്യക്തി ജീവിതങ്ങൾ എത്തിത്തീർന്നു. ഒടുവിൽ എന്താണ് പത്രോസിന് സംഭവിച്ചത്? യേശുവിനെ സ്ട്രൈറ്റ് ആയിട്ട് അവർ ക്രൂശിച്ചുവെങ്കിൽ പത്രോസിന് തല കീഴായി. കാരണം അത്രത്തോളം വലിയ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് തല കീഴായിട്ട് അവനെ ക്രൂശിച്ചു. അങ്ങനെ ക്രൂശിച്ചെന്ന് വെച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് തെല്ലും ഭയം കടന്നു വന്നില്ല. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ഞങ്ങളെ നിങ്ങൾ ക്രൂശിക്ക്, ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും, ഞങ്ങൾ ഇനിയും ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസിനെ അവർ ക്രൂശിച്ചു. പൂർണ്ണമായി നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഒരിക്കലും അതെ, ആ വിധത്തിലേക്ക് അവർ തോറ്റു പിന്മാറിയില്ല. അന്ത്രയോസിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ക്രോസ് എക്സ് പോലെയുള്ള ക്രൂശില് അവർ ആ രീതിയിൽ അവനെ നശിപ്പിച്ചു. തിളച്ച എണ്ണ മധ്യത്തിലേക്ക് മറ്റുള്ളവർ ആരും ഇനി യേശുവിനെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പാത്രമെടുത്ത് എണ്ണ തിളപ്പിച്ചിട്ട് അതിനകത്ത് നിന്നപ്പോഴും പറഞ്ഞു, ഒരു സൈഡേ പൊള്ളിയുള്ളൂ, ഇനി ബാക്കി സൈഡ് ഇനി പൊള്ളാൻ കിടക്കുന്നത് നിങ്ങൾ പൊള്ളിക്ക്. അപ്പോഴും യേശു കർത്താവ് പാത്രത്തിന്റെ അടുക്കൽ, മക്കളെ ഉയർത്തെഴുന്നേറ്റ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇത് നീ ധൈര്യത്തോടെ സഹിക്കാം. ഈ സഹനത്തിൻ്റെതായിട്ടുള്ള വാക്കുകളുടെ മധ്യത്തിലാണ് പത്രോസ് ക്രൂശുമരണം വഹിച്ചത്, അന്ത്രയോസ് ക്രൂശുമരണം വഹിച്ചത്. തിളച്ച എണ്ണയിലേക്ക് ഭക്തന്മാരെ ഇട്ടപ്പോൾ, കുതിരയിൽ കെട്ടി വലിച്ചപ്പോൾ, പച്ചക്ക് തോലുരിഞ്ഞ് മാറ്റി
മാറ്റിയപ്പോൾ ആരും പിന്മാറിപ്പോയില്ല. ഞങ്ങൾ ഈ പ്രസംഗം നിർത്തിയെന്ന് പറഞ്ഞില്ല. ഇന്നും ഈ കാലഘട്ടത്തിലും ദൈവഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിസന്ധികൾക്കോ പ്രതികൂലങ്ങൾക്കോ അവരുടെ ദൈവവചന പ്രഘോഷണത്തെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാലുവെച്ചവർ, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവർ, ദൈവം വിളിച്ചവർ ഒരിഞ്ച് പിന്മാറാതെ ഇന്നും പിന്നിൽ പോകുന്നത് ഉയർത്തെഴുന്നേറ്റവൻ. കഷ്ടങ്ങളും വേദനകളും വരുമ്പോൾ അടുത്തു നിന്ന് പറയും, മക്കളെ അല്പക്കൂടെ ക്ഷമിക്ക്, അല്പക്കൂടെ സഹിക്ക്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ സമയത്തിൽ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുവോ, തളർന്നിരിക്കുന്നുവോ, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അടുക്കലുണ്ട്. അവൻ ഇത്രത്തോളം അനുഭവിച്ചുവെങ്കിൽ നീ ഒരല്പത്തേക്കൊന്ന് അനുഭവിക്ക്. യേശു നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല ഈ വേദന അനുഭവിക്കുന്നത്, ഈ ഒറ്റയ്ക്കല്ല ഈ കഷ്ടം അനുഭവിക്കുന്നത്. എന്റെ നാഥൻ നിന്റെ കൂടെയുണ്ട്. ഇത് അനുഭവിക്കുവാൻ ദൈവം നിനക്ക് ബലം നൽകുകയാ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണെങ്കിലും മറ്റൊരു ഭാഗത്ത് കഷ്ടവും ദുഃഖവും വേദനയും പ്രയാസവും ഏറി വരപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് സഹിക്കുന്നത്, മറക്കരുത്. ഉയർത്തെഴുന്നേറ്റവൻ അദൃശ്യവാനായി നിന്റെ ഭവനത്തിൽ സഹിക്കാനുള്ള ശക്തി ഇന്ന് നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലേക്ക് നിൽക്കുന്നത്. ആമേൻ. എന്റെ കർത്താവ് നിന്റെ കൂടെയുള്ളത് കൊണ്ട്, അതെ ആമേൻ, കർത്താവ് നട്ട ഈ സഭ ആമേൻ 25 വർഷക്കാലമായി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പോരാട്ടങ്ങൾ ഒന്നടങ്കം കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും ഇത് നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഒന്നുണ്ട്. അതൊരു മനുഷ്യന്റെ പ്രത്യേകമായ ബുദ്ധി വൈഭവ്യമോ കഴിവല്ല. സ്വർഗത്തിലെ ദൈവം ഈ സഭയെ പോറ്റുന്നു. അതുകൊണ്ടൊരു പ്രതികൂലങ്ങൾക്ക് ഇതിനെ തളയ്ക്കാൻ കഴിയത്തില്ല, ഒരു പോരാട്ടങ്ങൾക്ക് ഇതിനെ തളയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് കൽപ്പിച്ചവൻ ഇന്ന് ആമേൻ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന യേശു കർത്താവ് ആമേൻ സഭയ്ക്ക് സംരക്ഷകനായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് നിനക്കൊരു സംരക്ഷണ വലയമുണ്ട്, നിനക്കൊരു സംരക്ഷകനുണ്ട്. അതെന്റെ നാഥനായിരിക്കുന്ന ക്രിസ്തുവത്രേ. സഹോദര സഹോദരി, ഈ രോഗക്കിടക്കയിൽ നീ ഒറ്റയ്ക്കല്ല. ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ കൂടെയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല, യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ ശത്രുത മധ്യത്തിന് നീ ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെയുണ്ട്. എരിയുന്ന തീച്ചുളയിലേക്ക് ഭക്തന്മാരെ വലിച്ചെറിഞ്ഞ സമയത്തിലേക്ക് അതിനു മുൻപേ ദൈവം തന്റെ ദൂതനെ അവിടെ അയച്ചു തന്റെ ഭക്തന്മാരെ ശുശ്രൂഷിക്കാൻ. അതുപോലെ നിനക്ക് മുമ്പിൽ കാമിൽ വാടകോരി കാത്തിരിക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കുവാൻ തന്റെ ദൂതനെ മുന്നമേ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.